അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അപ്പോൾ അൽ ഹുറൂബു ബൈനൽ ഖബായിലി, ഗോത്രങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങൾ ളാഹിറത്തുൻ, പ്രത്യക്ഷമായതാണ്, പ്രകടമായതാണ്, ഷായിഅത്തുൻ, വ്യാപകമായതാണ് ആയിരുന്നു. ഷായിഅത്തുൻ എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ്, ഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്ത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒരു ഗോത്രത്തിനകത്തുള്ള നിസാമിനെ പറ്റി, വ്യവസ്ഥയെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് ഗോത്രത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അമ്മ അലാഖത്തുൽ ഖബീലത്തി, അപ്പോൾ ഗോത്രത്തിൻ്റെ ബന്ധം, ബി ഗൈരിഹ, ഗോത്രം അല്ലാത്തവരുമായിട്ട്, ഗോത്രേതരരുമായിട്ട്, മിനൽ ഖബായിലി, കബീലകളാൽ അല്ലെങ്കിൽ ഗോത്രങ്ങളാൽ, അതോ ഫഖദ് ഖാമത്ത്, അത് നിലനിന്നിരുന്നു, അലൽ മുനാഫിസത്തി, പരസ്പര മത്സരത്തിൻ്റെ മേൽ, തറബുസ്, തറബുസ് എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിനാണ്, ഒളിയാക്രമണത്തിനെയാണ് തറബുസ് എന്ന് പറയുക. അതായത് തറബുസിൻ്റെ നേരെ അർത്ഥം കാത്തിരിക്കുക എന്നാണ്. ഒരു വഴിയോരത്ത് കാത്തിരുന്ന് മാറി നിന്ന് ഒളിച്ചിരുന്ന് ആ ഗോത്രം കടന്നു പോകുമ്പോൾ അവരാക്രമിക്കുന്നതിനാണ് തറബുസ് എന്ന് പറയുക, അല്ലെങ്കിൽ വളഞ്ഞ് ആക്രമിക്കുന്നതിന് അവരറിയാതെ. വൽ അദാവ, ശത്രുതയുടെ മേലിലും. വഖദ് വഹറ ദാലിക, അത് പ്രകടമായിരുന്നു, വെളിവായിരുന്നു, ഫിൽ ഖസ്വി ദായിമി, നിത്യമായ യുദ്ധത്തിൽ, വസ്സത്വി, കടന്നാക്രമണത്തിലും, അലൽ മാലി, മുതലിൻ്റെ മേൽ, വൽ മത്തായി, ചരക്കുകളുടെ മേൽ, വത്തഅദ്ദി, ഇത് അതേ അർത്ഥമാണ്, കടന്നു കയറുക, എന്തിൻ്റെ മേൽ, അലൽ ഹിമ, കടന്നേറ്റത്തിലും അത് പ്രകടമായിരുന്നു. എന്തിൻ്റെ മേൽ, അൽ ഹിമ, ഹിമയുടെ മേൽ. ഹിമ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗോത്രത്തിന് വേറെ ആരും കടന്നു ചെല്ലാത്ത ഒരു സുരക്ഷിതമാക്കിയ, വേലി കെട്ടി സുരക്ഷിതമാക്കിയ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ കന്നുകാലികളെയോ ആട്ടിടയന്മാരെയോ ഒന്നും കടന്നു ചെല്ലാൻ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം, ചുറ്റും വേലി കെട്ടി സുരക്ഷിതമാക്കിയ സ്ഥലമായിരിക്കും ഇവരുടെ കന്നുകാലികൾക്കായിട്ട്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ അതൊരു മേച്ചിൽ പുറമായിട്ട് അവരനുവദിച്ച് കൊടുക്കില്ല മറ്റുള്ളവർക്ക്. അപ്പോൾ ആർക്കും കടന്നു ചെല്ലാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മേലിൽ. അപ്പോൾ അവിടെയൊക്കെ കടന്നു കയറി ഇവരുടെ മൃഗങ്ങളെ എടുത്തു കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. വൽജാർ, അയൽക്കൂട്ടങ്ങളുടെ മേലും. ഫബി ഖദ്രി മാ കാനത്ത് തനാസുറു ബൈന അഫ്രാദിൽ ഖബീലത്തി, ഒരു ഗോത്രത്തിലെ ഓരോ വ്യക്തികൾക്കിടയിൽ, ഫർദ് എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നാണ് അർത്ഥം, ഓരോരോ വ്യക്തികൾക്കിടയിലും എത്ര കണ്ട്, ഒരു തോത് എന്ന ഖദ്റിൻ്റെ അർത്ഥം എത്ര കണ്ട്, ഏതളവ് വരെ എന്തുണ്ടായിരുന്നോ, തനാസുർ, പരസ്പരം സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്ര കണ്ട് തന്നെ കാനത്ത് തഹാസുമു ബൈനൽ ഖബായിലി, ഗോത്രങ്ങൾക്കിടയിൽ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു. എത്ര കണ്ട് അവർക്ക് അകത്ത്, ഗോത്രത്തിൻ്റെ അകത്ത് എത്ര കണ്ടൊരു സഹകരണവും സഹായമൊക്കെ ഉണ്ടായിരുന്നു, അത്ര കണ്ട് തന്നെ ഗോത്രത്തിന് പുറത്ത് മറ്റു ഗോത്രങ്ങൾക്കിടയിൽ എന്തുണ്ട്, തർക്കവും വഴക്കവും ഉണ്ട്. എന്തിനു വേണ്ടി, ഫീ സബീലി ഷറഫി, അഭിമാനത്തിന് വേണ്ടി, റിയാസത്തി, നേതൃത്വത്തിന് വേണ്ടി, അവിൽ മാലി, അല്ലെങ്കിൽ മുതലിന് വേണ്ടി, ആയിഷ, ജീവിതമാർഗത്തിനും വേണ്ടി. ലിദാലിക, അക്കാരണത്താൽ, കാനത്ത് ഹയാത്തുൽ ഖബായിലി, ഗോത്രങ്ങളുടെ ജീവിതമായിരുന്നു. എങ്ങനെയുള്ള ഗോത്രങ്ങൾ, അൽ ജാഹിലിയ, ഹയാത്തുൽ ഖബായിലിൽ ജാഹിലിയത്ത്, ജാഹിലിയ ഗോത്രങ്ങളുടെ ജീവിതമായിരുന്നു. ഹംറാ, ചുവന്ന നിറമായിരുന്നു. മസ്ബൂഗത്തും ബിദ്ദമി, കാനത്ത് ഹയാത്തുൽ ഖബായിലിൽ ജാഹിലിയത്തി ഹംറാ മസ്ബൂഗത്തം ബിദ്ദമി. ഹംറാ എന്ന് വായിക്കേണ്ട ഖബറാണ് കാനയുടെ. മസ്ബൂഗത്തം ബിദ്ദമി, രക്തത്താൽ ചായം പൂശപ്പെട്ടതായിരുന്നു. അതായത് അത്ര കണ്ട് യുദ്ധങ്ങളും ചോര ചീന്തലും നടക്കുന്നുണ്ട്. വലായക്കാതു, അടുക്കാറായിട്ടില്ല, യമുറു യൗമുൻ, ഒരു ദിവസം പോലും കടന്നു പോകുന്നത്, ഓൾമോസ്റ്റ് ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. യമുറു യൗമുൻ, യമുറു എന്ന് പറഞ്ഞാൽ കടന്നു പോവുക, യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം. ദൂന ഗാറത്തിൻ ഷൻആ, വളരെ വികൃതമായ, ഖബീഹായി കണക്കാക്കപ്പെടുന്ന ഒരു ആക്രമണമില്ലാതെ, ഒരു കവർച്ച ആക്രമണമില്ലാതെ, അല്ലെങ്കിൽ ഔ ഖിതാലിൻ റഹീബിൻ, അല്ലെങ്കിൽ ഭീതിജനകമായ, അല്ലെങ്കിൽ ഭീകരമായ ഒരു യുദ്ധം നടക്കാതെ. ഹത്ത, എത്രത്തോളം, ഉരിഫത്ത് അൻഹും, അതിനെപ്പറ്റി, ആ ദിവസങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെപ്പറ്റി
അറിയപ്പെട്ടു എന്ത് പേരിൽ? അൽ അയ്യാം എന്ന പേരിൽ, അയ്യാമുൽ അറബ് എന്ന പേരിൽ അവ അറിയപ്പെട്ടു. അത്രത്തോളം. വലമ്മ കാനത്ത് കുല്ലു കബീലത്തിൻ, അപ്പോൾ ഓരോ ഗോത്രവും ആയപ്പോൾ, എല്ലാ ഗോത്രവും ആയപ്പോൾ, അല്ലെങ്കിൽ ഓരോ ഗോത്രവും ആയപ്പോൾ, തന്തദിറു കാത്തിരിക്കുന്നവരായപ്പോൾ, ഗഫ്ലത്തൽ ലി ഖബീലത്തിൻ ഉഖ്റ വേറൊരു ഗോത്രത്തിനുള്ള അശ്രദ്ധയെ, ഹത്ത എന്തിനു വേണ്ടി, തുഗൈറ ഈ കാത്തിരിക്കുന്ന ഗോത്രത്തിന് കവർച്ച ആക്രമണം നടത്താൻ, അലൈഹ ആ അശ്രദ്ധരായ ഗോത്രത്തിൻ്റെ മേൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതായിരുന്നു? തന്തദിറുവിലേക്ക് അറ്റ്ഫാണ്, ഒന്നുകിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ഔ തതവഖഉ അല്ലെങ്കിൽ ഓരോ കബീല എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇഅ്തിദാഅൻ ഒരു ലംഘനം അല്ലെങ്കിൽ ഒരു കയ്യേറ്റം, അലാ ഹുറുമാതിഹ ആ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഗോത്രത്തിൻ്റെ ഹുർമത്ത് എന്ന് വെച്ചാൽ പവിത്രമായി കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളുടെ മേൽ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? ഫയജിബു അലൈഹ ആ പ്രതീക്ഷിച്ച ഗോത്രത്തിന് മേൽ നിർബന്ധമാകും എന്ത്? ദഫ്ഉൽ ഉദ്വാനി ആ കയ്യേറ്റത്തെ, ആ കടന്നാക്രമണത്തിന് പകരം വീട്ടൽ, അല്ലെങ്കിൽ മടക്കി കൊടുക്കൽ, അല്ലെങ്കിൽ തടയൽ, അതൊക്കെ ഡിഫെൻഡ് ചെയ്യൽ, പ്രതിരോധിക്കൽ നിർബന്ധമായി തീരും. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ലംഘനത്തെ, കയ്യേറ്റത്തെ കാത്തിരിക്കും. അങ്ങനെ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ, അങ്ങനെ ഓരോ ഗോത്രവും അങ്ങനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ, ഏത് നേരവും ഒന്നുകിൽ നമ്മുടെ മേലെ ആക്രമണം ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരു ഗോത്രത്തിന് അശ്രദ്ധ ഉണ്ടായാൽ നമുക്ക് ആക്രമിക്കുക എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ, ഇനി അതിൻ്റെ ജവാബ് പറയുന്ന കാന അലൈഹ ആ ഗോത്രത്തിന് മേൽ അനിവാര്യമായി അൻ തതഖവ്വ ആ ഗോത്രം ബലവത്താവൽ, ശക്തി പ്രാപിക്കൽ, ബിനഫ്സിഹ സ്വന്തമായി തന്നെ, അല്ലെങ്കിൽ ഔ ബിഗൈരിഹ അല്ലെങ്കിൽ വേറെ മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട്. വമിൻ ഹുന ഇവിടെ നിന്നാണ്, ഇക്കാരണത്താലാണ് എന്ത്? ലജഅത്തിൽ ഖബീലത്തു ദഈഫത്തു ദുർബലരായ കബീല ഗോത്രം അഭയം തേടി പ്രാപിച്ചു, ഇലാ ഉഖ്റ വേറെ ഒരു ഗോത്രമായിട്ട്. ഏത് സ്ഥിതിയിൽ? തതഖവ്വ ബിഹ വേറൊരു മറ്റേ ഗോത്രവുമായിട്ട് കൂടി, അവരുടെ കൂടെ കൂടി, തതഖവ്വ ഈ ദഈഫായ കബീല ശക്തി പ്രാപിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ അത് അഭയം പ്രാപിക്കുമായിരുന്നു. അങ്ങനെ ഫകാനത്തിൽ അഹ്ലാഫു അങ്ങനെ സഖ്യങ്ങളുണ്ടായി, ബൈനൽ ഖബായിലി ഗോത്രങ്ങൾക്കിടയിൽ. വകാനത്ത് ലഹും ആ ഗോത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു, മവാഹിറു ഷത്ത വിവിധങ്ങളായ രൂപഭാവങ്ങൾ, ഫി അഖ്ദി ഹാദിഹിൽ അഹ്ലാഫ് ഈ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിവിധങ്ങളായ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ലഖദ് അതായത് വ്യത്യസ്തമായ രീതിയിലൊക്കെ അവർ ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു. പലരുമായിട്ടാണ് കൂടെ കൂടുക എന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് അനുമാനിക്കുന്നു. ലഖദ് കാനൽ ഗസ്വു യുദ്ധമായിരുന്നു, ലഖദ് കാനൽ ഗസ്വു വസീലത്തൻ യുദ്ധം ഒരു മാർഗമായിരുന്നു, മിൻ വസായിലിൽ ഐഷി ജീവിതമാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമായിരുന്നു, ലദൽ അറബിയിൽ ജാഹിലി അറബിയുടെ അടുക്കൽ. എത്രത്തോളം? ഹത്താ ബലഗ ബിഹിമുൽ അമ്രു കാര്യം അവരെയും കൊണ്ടെത്തിച്ചു ഏതവസ്ഥ വരെ? അൻ യുഗൈറു അല അഖ്രിബാഇഹിം അവരുടെ സ്വന്തം അടുത്ത കുടുംബക്കാരുടെ, ബന്ധക്കാരുടെ മേൽ അവർ ആക്രമണം നടത്തുന്ന ആ അവസ്ഥ വരെ അതെത്തിച്ചു. എപ്പോൾ? ഇദ്ലം യജിദു സിവാഹും ആ അടുത്ത ബന്ധക്കാരെ അല്ലാതെ അവരെത്തിക്കാതിരുന്നപ്പോൾ. ഒമിൻ ഹുന ഇവിടെ നിന്നാണ്, ഇക്കാരണത്താലാണ് കസുറത്ത് അയ്യാമുൽ അറബി എന്ന് അറിയപ്പെടുന്ന ആ ദിവസങ്ങൾ അധികരിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ ഇഅ്റാബിയായ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ലഫ്ള് പരമായിട്ടുള്ളത്, ഒരു മിനിറ്റ്. ഫകാനത്തിൽ അഹ്ലാഫു എന്നുള്ളിടത്തിൽ കാനത്ത് താമായ കാനയാണ്, അതായത് ഉണ്ടായി എന്നർത്ഥത്തിലാണ്, അല്ലാതെ നാഖിസായ താമയല്ല. അതുകൊണ്ടാണ് റഫ് ചെയ്ത് വായിച്ചത്. പിന്നെന്താ,
അദ യഅദുൻ്റെ ഇഫ്താല ബാബാണ് യഅ്തദി. ഇപ്പോൾ കടന്നു കയറുക, ലംഘിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അദ യഅ്ദു ഏകദേശം ഇതുപോലെ തന്നെയാണ്, വിട്ടുകിടക്കുക, തഅദ്ദ എന്നൊക്കെ ആ അർത്ഥത്തിൽ ആ ഒരു അസ്ലിലാണ് അത് വരുന്നത്. പിന്നെ ഹത്ത തുഗീറ അലൈഹൻ്റെ അവിടെ ഹത്ത എൻ്റെ അവിടെ മുതുമറായ ലി അൻ എന്ന മാനക്കാണ് ഇത് വരുന്നത്. അതായത് അതിനു വേണ്ടി ഹത്ത തുഗീറ, ഇല അൻ അല്ല, ഹത്ത തുഗീറ അവിടെ ലി അൻ, അങ്ങനെ അവരുടെ ആ മറ്റേ അശ്രദ്ധരായ ഗോത്രത്തിൻ്റെ മേൽ ആക്രമണം നടത്താൻ വേണ്ടി എന്നർത്ഥത്തിൽ, റെയ്ഡ് നടത്താൻ വേണ്ടി എന്നർത്ഥത്തിലാണ് വരുന്നത്. പിന്നെ ഖവിയ യഖ്വ ശക്തി പ്രാപിക്കുക എന്നതിൻ്റെ തഫഅല ബാബാണ് തതഖവ്വ. ഖബീല മുഅന്നസായോണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ വായിച്ചതിൽ തെറ്റുണ്ടാവുക, അപ്പോൾ അതൊന്നുകൂടെ ജസ്റ്റ് വായിക്കുകയാണ് ആ ഭാഗം. വലമ്മ കാനത്ത് കുല്ലു ഖബീലത്തിൻ തൻതളിറു ഗഫ്ലത്തൻ ലിഖബീലത്തിൻ ഉഖ്റ ഹത്താ തുഗീറ അലൈഹ ഔ തതവഖഉ ഇഅ്തിദാഅൻ അലാ ഹുറുമാതിഹ ഫയജിബു അലൈഹ ദഫ്ഉൽ ഉദ്വാനി. അപ്പം അങ്ങനെയാണ് അത് വരുന്നതെന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ ഉർരിഫത്ത് അൻഹും അൽ അയ്യാം എന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ. പക്ഷെ അതിൻ്റെ തർക്കീബ് അത്ര കണ്ട് വ്യക്തമാകുന്നില്ല. അയ്യാമിനെ ഒന്നാം മഫ്ഊലാക്കിയാലാണ് ശരിയാവാന്ന് തോന്നുന്നത്. പക്ഷേ അത്ര വ്യക്തമല്ല. ആർക്കെങ്കിലും അതൊന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി. പിന്നെ ഹത്ത ബലഗ ബിഹിമുൽ അംർ എന്ന് പറഞ്ഞതിൽ കാര്യം അവരുടെ കാര്യമായി, അതായത് ആ ഒരു അവസ്ഥ വരെ എത്തി. എവിടം വരെ? അയ്യുഗീറു, അവരുടെ സ്വന്തക്കാരുടെ മേൽ അക്രമം കാണിക്കുന്ന അവസ്ഥ വരെ എത്തി അവരുടെ കാര്യം എന്നാണ് വരിക. അല്ല കാര്യം അവരെയും കൊണ്ടെത്തിച്ചു എന്നാണ് അർത്ഥം വെച്ചത്. അപ്പോൾ അത് അബദ്ധമാണെന്നാണ് മനസ്സിലാക്കുന്നത്.